ഇന്നത്തെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ പോകുന്നത് ഈരാറ്റിൻപുറം എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറി ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിൻ്റെ അകത്ത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അധികം ആർക്കും അറിയില്ല. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മനോഹരമായ നല്ല വൃത്തിയായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്ലേസാണ്. ഇവിടെ വരുന്നതിന് ഇപ്പം എൻട്രി പാസ് ഒന്നും നിലവിലില്ല. നമുക്ക് ഫ്രീ ആയിട്ടാണ് എൻട്രി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു പ്ലേസാണ്. അവിടെ ഇരിപ്പിടങ്ങളുണ്ട്. നല്ല മുളങ്കാടുകളും നല്ല പക്ഷികളുടെയൊക്കെ കരച്ചിലും വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ ഉള്ള ഒരു കൊച്ചു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ റോക്ക് പാർക്കിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു നടപ്പാതയുണ്ട്. നടപ്പാത രണ്ട് സൈഡിലൊക്കെ കെട്ടിയിട്ട് ഒരു നടപ്പാതയുണ്ട്. അവിടെ നമ്മൾ ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് പോകണം കേട്ടോ. ഇതവിടെ ഒരു അടുത്ത് താമസിക്കുന്ന അപ്പൂപ്പനാണ്. അപ്പോൾ അവിടെ സ്ഥലത്തിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം അങ്ങോട്ട് നടന്ന് നമ്മുടെ റോക്ക് പാർക്കിലേക്ക് എത്താറായിട്ടുണ്ട്. നല്ല പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിയിരിക്കുന്ന നല്ലൊരു ക്ലൈമറ്റും നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ അധികം സൂക്ഷിക്കുക. കുറേയേറെ അപകട മരണങ്ങൾ നടന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല മഴയുള്ള വെള്ളമുള്ള സമയത്തൊന്നും ഇവിടെ വരാൻ നിൽക്കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റോക്ക് പാർക്കിലേക്ക് നമ്മൾ പോകുന്നത്. കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇറങ്ങി അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ യാത്ര എന്ന് അവസാനിച്ച് നിൽക്കുന്നത് മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് ഇവിടെ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കൊറോണ ഇഷ്യൂ കാരണം മുടക്കം വന്നു. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് 2 വഴിയാണുള്ളത്. നെയ്യാറ്റിൻകര വഴി വരുന്നവർക്ക് മാറനല്ലൂർ പുന്നാവൂർ വഴി ഈരാറ്റിൻപുറം, ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നവർക്ക് ബാലരാമപുരം മാറാനല്ലൂർ പുന്നാവൂർ വഴി ഈരാറ്റിൻപുറം. ഇപ്പോൾ ഇവിടെ 0 വേസ്റ്റേജ് ആണ് കാണുന്നത്. അപ്പോൾ വരുന്നവർ ഇനിയും ഇതുപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.